ഹായ് ഡിയേഴ്സ്, ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാംഗോ മസ്താനിയും ചിക്കൻ റാപ്പുമാണ്. മാംഗോ മസ്താനി നിങ്ങൾക്കൊക്കെ അറിയാം, പൂനെയിലെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അവർ നല്ല തലപ്പാവൊക്കെ വെച്ച് സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. എന്നാൽ ഞാൻ അത്രയ്ക്ക് സൂപ്പറായിട്ടല്ല, അത്രയ്ക്ക് റിച്ച് ആയിട്ടല്ല പ്രിപ്പയർ ചെയ്തത്. നല്ല മാംഗോ കിട്ടിയ സമയത്ത് മസ്താനി കുടിക്കണം എന്നൊരു മോഹം തോന്നി. അപ്പോൾ പിന്നേക്ക് വെക്കണ്ടെന്ന് ഓർത്ത് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. 3 മാംഗോ എടുത്ത് നന്നായി കട്ട് ചെയ്ത് മിക്സിയിലിട്ട ശേഷം മാംഗോയുടെ അതേ ലെവലിൽ മിൽക്ക് ഒഴിച്ച്, ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചത്, ചില്ലിഡ് ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ച് അതിനുശേഷം ഏതാണ്ട് ഒരു ഒരു ഏലക്കാടെ പൊടി, മീൻസ് പൊടി തന്നെ, ഒരു ഏലക്കാപ്പൊടി എടുത്തിട്ട് ഇട്ടു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി അടിച്ച് ഇത് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഇങ്ങനെ ഇത്രയും അളവിൽ സാധനങ്ങൾ എടുത്ത് ജ്യൂസ് അടിക്കുന്ന സമയത്ത് 3 വലിയ ജ്യൂസ് ഗ്ലാസ്സിനും 1 ടീ ഗ്ലാസ്സിനും കൂടിയുള്ള ജ്യൂസാണ് കിട്ടിയത്. ഇതൊഴിച്ചതിന് ശേഷം മുകളിൽ ഗാർണിഷിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം എടുത്ത് അതിലോട്ട് 1/2 ടീസ്പൂൺ വനില എസെൻസ്, പൗഡേർഡ് ഷുഗർ 1/2 ടീസ്പൂൺ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്തു. പിന്നെ M&M ചോക്ലേറ്റ് എടുത്ത് ഒന്നുകൂടി സൂപ്പറാക്കി ഇതിൻ്റെ മേലെ വെച്ചു. നല്ല ലുക്കായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിക്കൻ റാപ്പാണ്. ചിക്കൻ റാപ്പിന് വേണ്ടി 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത്, മീൻസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് മാരിനേറ്റ് ചെയ്തു. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, സോൾട്ട്, ഇത്രയും എടുത്ത് നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം 1/2 ലെമൺ ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ വളരെ കുറച്ച് പുതിനയില ലീഫ്, മിൻറ്റ് ലീഫും കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഏതാണ്ട് 1 മണിക്കൂർ വെച്ച് കാണും ഫ്രിഡ്ജിൽ. അതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്തു. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫുള്ളും ഫ്രൈ ചെയ്യരുത്, മീൻസ് ക്രിസ്പി ആക്കരുത്, മുക്കാൽ ഫ്രൈ ചെയ്തു. നന്നായി കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ മൂടി വെച്ചിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ക്രിസ്പി ആയില്ല. അതിനുശേഷം ചൂടാറിയ ശേഷം ഇതെടുത്ത് ഗ്രൈൻഡറിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തു. ഇതിലോട്ട് പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരെടുത്ത് മിക്സ് ചെയ്തൊരു പേസ്റ്റാക്കി. ഇത് പൊറോട്ടയിൽ വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട്, പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് റൗണ്ടിൽ ചെറുതായി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട്. ഇത് ഓപ്ഷണലാണ്. കുട്ടികൾക്കുള്ള റാപ്പിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം റാപ്പ് ചെയ്തു. അങ്ങനെ മസ്താനിയുടെ കൂടെ നല്ലൊരു റാപ്പും കൂടി സെർവ് ചെയ്തു. ഇത് സ്നാക്കായിട്ടല്ല കൊടുത്തേക്കുന്നത്, ഡിന്നറായിട്ടാണ് കൊടുത്തത്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.